അങ്ങനെ നമ്മൾ സോഷ്യൽ സയൻസിലെ അവസാനത്തെ ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യുകയാണ്. നോ ദ ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റം. 9ാമത്തെ ചാപ്റ്ററാണ്. കുറച്ച് ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നൊരു ചാപ്റ്ററാണ് നോ ദ ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. അതായത് കുറച്ച് നിങ്ങൾക്ക് ഇങ്ങനെ എന്താ പറയുക, നമ്മളിങ്ങനെ തള്ളുക എന്നൊക്കെ പറയും അല്ലേ. എന്തെങ്കിലുമൊക്കെ നമുക്ക് അത്യാവശ്യം കുറച്ച് കഥയൊക്കെ എഴുതി ഫലിപ്പിക്കാനൊക്കെ പറ്റുന്ന ഒരു ചാപ്റ്ററാണ് ഈ പറയുന്നത് നോ ദ ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ എന്താ നമുക്കിവിടെ പഠിക്കാനുള്ളത്? സോഷ്യൽ സിസ്റ്റത്തെ പറ്റിയാണ്. എന്താ സോഷ്യൽ സിസ്റ്റം? നമ്മൾ പഠിച്ചിട്ടുള്ള കുറേ സിസ്റ്റം എന്ന് പറയുന്നത് ബയോളജിയിലാണ് അല്ലേ. സർക്കുലേറ്ററി സിസ്റ്റം, റെസ്പിറേറ്ററി സിസ്റ്റം, എക്സ്ക്രീറ്ററി സിസ്റ്റം. അതുപോലെ നമ്മുടെ സമൂഹവും എന്താണ്, ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. ഒരു വ്യക്തി, നമ്മൾ എല്ലാവരും വ്യക്തികളാണ് അല്ലേ. നമ്മളിങ്ങനെ ജീവിച്ചു പോകുന്നുണ്ടെങ്കിൽ നമുക്ക് ചുറ്റും ഈ കാണുന്ന ഒരുപാട് സിസ്റ്റംസ് പ്രവർത്തിക്കുന്നുണ്ട്. ബാങ്ക്, ആശുപത്രി, കണ്ടോ, മുനിസിപ്പാലിറ്റി, ട്രാൻസ്പോർട്ടേഷൻ, ഇലക്ട്രിസിറ്റി എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മളെന്ന വ്യക്തി രൂപീകരിക്കാനായിട്ട് നമ്മുടെ കുടുംബം, കൂട്ടുകാർ, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുള്ളതും നമ്മൾ മുന്നത്തെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളെ പറ്റി ഒരു സോഷ്യോളജി ബേസ് ചെയ്തിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഈ പറയുന്ന നോ ദ ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഇവിടെ ആദ്യം നമ്മൾ സോഷ്യൽ സിസ്റ്റത്തെ നമ്മുടെ ഹ്യൂമൻ ബോഡിയിലെ സിസ്റ്റങ്ങളുമായിട്ട് ഇവിടെ ഒന്ന് ചെയ്തേക്കുകയാണ്, ഒന്ന് താരതമ്യം ചെയ്തേക്കുകയാണ്. നിങ്ങൾ അതൊന്നും ശ്രദ്ധിച്ചില്ലെങ്കിൽ നിങ്ങൾ ഇത്രമാത്രം മനസ്സിലാക്കിയാൽ മതി. ഒരു സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സിസ്റ്റമാറ്റിക്കായിട്ട് പല പല ഭാഗങ്ങൾ അറേഞ്ച് ചെയ്ത് പ്രവർത്തിക്കുന്ന ഒന്നിനെയാണ് നമ്മൾ സിസ്റ്റം എന്ന് പറയുന്നത് അല്ലേ. നമ്മുടെ സർക്കുലേറ്ററി, റെസ്പിറേറ്ററി സിസ്റ്റംസ് ഒക്കെ പോലെ ഇത്തരത്തിൽ നമ്മുടെ മനുഷ്യനും എന്താണ്, അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഈ പറഞ്ഞ എന്താണ്, നമ്മുടെ ജീവിതത്തിൽ ഒരു സ്റ്റെബിലിറ്റി, ഗ്രോത്ത്, ഒരു ഓർഡറൊക്കെ ഒരു സമൂഹത്തിനുണ്ടാകാനും ഇത്തരത്തിലുള്ള പല പല കാര്യങ്ങൾ ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടത് ആവശ്യമാണ്. അതായത് നിങ്ങളെപ്പോഴെങ്കിലും ഈ പറഞ്ഞ രാഷ്ട്രീയക്കാരൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടാക്കി മനുഷ്യൻ എന്ന് പറയുന്ന ഒരു സാമൂഹിക ജീവിയാണ്, സോഷ്യൽ ഓർഗാനിസമാണ്. അതായത് നമ്മുടെ ശരീരത്തിൻ്റെ ബോഡി പാർട്സ് ഓരോന്നും ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് സുഖമായിട്ട് ജീവിച്ചു പോകാൻ പറ്റുന്നത് അല്ലേ. ഏതെങ്കിലും ഒരു സിസ്റ്റത്തിനൊരു ഫെയിലിയർ ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് രോഗം വരും. അതുപോലെ നമ്മുടെ മനുഷ്യൻ ഈ പറഞ്ഞ സമൂഹത്തിൽ ജീവിച്ചു പോകാനും ഇത്തരത്തിൽ സിസ്റ്റംസ് വേണം. അങ്ങനെ ആദ്യമായിട്ട് നമ്മുടെ മനുഷ്യന് ഈ പറയുന്ന മനുഷ്യൻ്റെ സോഷ്യൽ സിസ്റ്റത്തെ നമ്മൾ ഈ പറഞ്ഞ ബോഡിയുമായിട്ട് താരതമ്യം ചെയ്ത ഒരു സോഷ്യോളജിസ്റ്റാണ് ഹെർബർട്ട് സ്പെൻസർ എന്ന് പറയുന്നത് അല്ലേ. ഈ കമ്പയർഡ് ദ സൊസൈറ്റി ടു എ ലിവിങ് ഓർഗാനിസം അല്ലേ. ലിവിങ് ഓർഗാനിസം ജീവിക്കുന്നത് പോലെ അതിൻ്റെ ഇൻറ്റേർണൽ എക്സ്റ്റേണൽ ആയിട്ടുള്ള എൻവയോൺമെൻ്റ് ഒക്കെ ഉള്ളതുപോലെ ഒരു സൊസൈറ്റിയും നന്നായി പോകണമെങ്കിൽ ഇത്തരം കാര്യങ്ങൾ വേണം. അതുകൊണ്ടാണ് നമ്മൾ മനുഷ്യൻ എന്തെന്ന് വിളിക്കുന്നത്, ഒരു സോഷ്യൽ ഓർഗാനിസം എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഹെർബർട്ട് സ്പെൻസർ ആണ് സോഷ്യൽ ഓർഗാനിസം എന്ന് പറയുന്ന ഈ ഒരു കോൺസെപ്റ്റ് കൊണ്ടുവന്നത്. അതായത് നമ്മുടെ ഹ്യൂമൻ ബോഡി പോലെ സോഷ്യൽ സിസ്റ്റത്തിനും സിമിലാരിറ്റീസ് ഉണ്ട് അല്ലേ. നമ്മുടെ ഹ്യൂമൻ ബോഡി ഫംഗ്ഷൻ ചെയ്യാനായിട്ട് നമ്മുടെ ഈ പാർട്സ് പ്രവർത്തിക്കുന്നത് പോലെ ഒരു സൊസൈറ്റി നന്നായിട്ട് ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനകത്ത് ഒരുപാട് പാർട്സ് ഉണ്ട്. എന്തൊക്കെ വരും? ഫാമിലി, എഡ്യൂക്കേഷൻ, എക്കോണമി, റിലീജിയൻ, ഗവൺമെൻറ്, അതുപോലെയുള്ള സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം ഈ പറഞ്ഞ പരസ്പരം കോംപ്ലിമെൻ്ററി ആയിട്ട് വർക്ക് ചെയ്ത് കഴിഞ്ഞാലേ ഒരു സൊസൈറ്റിയും നല്ല രീതിയിൽ പോകത്തുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മളിവിടെ ആദ്യം പഠിക്കുന്ന കാര്യം. അപ്പോൾ എന്താ നമ്മളിവിടെ ആദ്യം പഠിക്കുന്നത്? സോഷ്യൽ ഓർഗാനിസം എന്ന് പറഞ്ഞാൽ എന്താണ്? സോഷ്യൽ ഓർഗാനിസം കോൺസെപ്റ്റ് എന്ന് നമ്മൾ പറയും. അതായത് എന്താണ് സോഷ്യൽ ഓർഗാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സൊസൈറ്റി എന്ന് പറയുന്നത് ഒരു ലിവിങ് ഓർഗാനിസത്തെ പോലെയാണ്. അതിൽ ഇൻ്റർ ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള എന്തുണ്ട്? ഭാഗങ്ങളുണ്ട്. ആ ഭാഗങ്ങളാണ് ഈ കാണുന്നത്. ഇവർ പരസ്പരം കോർഡിനേറ്റ് ചെയ്ത് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് സ്റ്റെബിലിറ്റിയും ഗ്രോത്തും ഓർഡറും ഒക്കെ ഉണ്ടാകുന്നത്. ഇതിനെയാണ് നമ്മൾ സോഷ്യൽ ഓർഗാനിസം കോൺസെപ്റ്റ് ഓഫ് ഹെർബർട്ട് സ്പെൻസർ എന്ന് പറയുന്നത്. എന്താണ്? ദ സൊസൈറ്റി ഫങ്ഷൻസ് ലൈക്ക് എ ലിവിങ് ഓർഗാനിസം വിത്ത് ഇൻ്റർ ഡിപ്പെൻഡൻറ്റ് പാർട്സ് ലൈക്ക് education, transport, communication, laws, etc. And they work coordinatingly for stability, growth and order. നമ്മുടെ ഹ്യൂമൻ അനലോഗിയാണ് ഇവിടെ എടുത്തേക്കുന്നത്. എന്തിനാണ്? നമ്മൾ ഈ പറയുന്ന സൊസൈറ്റിയെ പറ്റിയിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഒരു എക്സാമ്പിൾ എടുക്കാം. സ്കൂൾ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഇതിൽ പ്രിൻസിപ്പൾ ഉണ്ട് അല്ലേ. പ്രിൻസിപ്പൾ കറക്റ്റ് അവരുടെ ജോലി ചെയ്യണം. ടീച്ചേഴ്സ് ഉണ്ട്, ക്ലാസ് റൂംസ് ഉണ്ട്, ലൈബ്രറി ഉണ്ട് അല്ലേ. അതുപോലെ തന്നെ എന്തുണ്ട്? PTA കൗൺസിലുണ്ട്, ലൈബ്രറി വരുന്നുണ്ട്, അസംബ്ലി, അതുപോലെ സ്പോർട്സ്, സയൻസ് ലാബ്, അതുപോലെ കിച്ചൺ, ഇതെല്ലാം കൂടെ വേണ്ടേ ഒരു സ്കൂൾ പ്രവർത്തിക്കാൻ? ഇതിലേതെങ്കിലും ഒന്നിനെ നമുക്ക് കട്ട് ചെയ്ത് കളയാൻ പറ്റുമോ? ഇല്ലല്ലോ. ഇതെല്ലാം എന്താണ്? ഒരു സ്കൂളിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. ഇത് പരസ്പരം കോർഡിനേറ്റ് ചെയ്യണ്ടേ? ആലോചിച്ച് നോക്കിയേ. ക്ലാസ്സിൻ്റെ സമയത്താണ് ടീച്ചർ PTA മീറ്റിംഗ് അല്ലെങ്കിൽ ടീച്ചേഴ്സ് മീറ്റിംഗ് വിളിച്ചാൽ ക്ലാസ് അവിടെ നടക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ അതിനൊരു സമയമുണ്ട്, ഇതിനൊരു കാര്യമുണ്ട്. എക്സാംസിന് മുമ്പായിട്ട് നമ്മൾ ടീച്ചേഴ്സ് മീറ്റിംഗ് വയ്ക്കുന്നു, കാര്യങ്ങൾ ചെയ്യുന്നു. അങ്ങനെ ഒരു സ്കൂളിൻ്റെ പ്രവർത്തനം അല്ലേ. ക്ലാസ് സമയത്ത് നമുക്ക് സ്പോർട്സ് മീറ്റ് വെച്ച് കഴിഞ്ഞാൽ സ്പോർട്സ് മീറ്റിന് പോകുമ്പോൾ ഒരു ക്ലാസ് ഇരിക്കുമോ? ഇല്ലല്ലോ. അപ്പോൾ കുറേ പാർട്സും ഉണ്ട്. അതെല്ലാം പരസ്പരം എന്ത് ചെയ്യണം? ഒരുമിച്ച് ചെയ്യണം അല്ലേ. ഇഫ് ഫെയിൽ, ഏതെങ്കിലും ഒന്ന് ഫെയിൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും?
ആ മൊത്തം സിസ്റ്റത്തിനെ ഏത് അഫക്റ്റ് ചെയ്യും. ഇതുപോലെ തന്നെയാണ് നമ്മുടെ ഒരു സൊസൈറ്റി എന്ന് പറയുന്നത്. വേരിയസ് പാർട്സ് ഉണ്ടായിരിക്കും, അതിന് അതിൻ്റെതായ ഫങ്ഷൻസ് ഉണ്ടായിരിക്കും, പക്ഷേ അവർ ഇൻ്റർ റിലേറ്റഡും കോംപ്ലിമെൻ്ററിയും ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനുകൾ എന്ന് വിളിക്കുന്നത്. സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് പല പല ഭാഗങ്ങൾ ഉണ്ടായിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പോൾ അതവിടെ പറയുന്നത് എന്താണ്? സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനും സോഷ്യൽ സിസ്റ്റം. എന്താണ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സൊസൈറ്റിയിലെ പ്രധാനപ്പെട്ട കമ്പോണൻറ്റുകളാണ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഫാമിലി, എഡ്യൂക്കേഷൻ, എക്കോണമി, നമ്മൾ ഈ പറഞ്ഞതെല്ലാമാണ് ഇതിനകത്ത് ഉൾപ്പെടുന്നത്. അവർ പരസ്പരം വർക്ക് ചെയ്തിട്ടാണ് നമ്മുടെ സൊസൈറ്റിയെ കൊണ്ടു നടക്കുന്നത്. അങ്ങനെയുള്ള ഇൻ്റർ കണക്റ്റഡ് ആയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസിനെല്ലാം കൂടെ ചേർത്താണ് നമ്മൾ സോഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഇവർക്കിടയിൽ ഇൻ്ററാക്ഷൻസ് ഉണ്ട്, ഇൻ്റർ റിലേഷൻഷിപ്പ് ഉണ്ട്, ഒരു ഓർഡർ ഉണ്ട്. ഇതാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഒന്നുകൂടെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു സോഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഒന്ന് ഫെയിലായി കഴിഞ്ഞാൽ അത് മൊത്തത്തിലുള്ള ഫെയിലിയറിന് കാരണമായിട്ട് മാറും. ഇവിടെ നോക്കിയേ, മിഥുൻ എന്ന് പറയുന്ന ഒരാൾ രാവിലെ എണീക്കുന്നു, അച്ഛനാണ് വിളിച്ചുണർത്തുന്നത്, ഒരു എംപ്ലോയിയാണ്, പബ്ലിക് ട്രാൻസ്പോർട്ടിൽ ജോലിക്ക് പോകുന്നുണ്ട്, കൂട്ടുകാരുമായിട്ട് പൊളിറ്റിക്സും കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നുണ്ട്, ഇടയ്ക്ക് ബാങ്കിൽ പോകുന്നുണ്ട്, ഫെസ്റ്റിവലുകളും സെലിബ്രേഷനുകളിലും പങ്കെടുക്കുന്നുണ്ട്, കൂട്ടുകാരുമായിട്ട് സോഷ്യൽ മീഡിയ വഴി കണക്ട് ചെയ്യുന്നുണ്ട്, ഓൺലൈൻ ക്ലാസ്സസിലൂടെ വിദ്യാഭ്യാസം നടത്തുന്നുണ്ട്. ഈ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള ഒരുപാട് സ്ഥാപനങ്ങളിലെ ഫാമിലി എന്ന് പറയുന്നത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ട്രാൻസ്പോർട്ടേഷൻ, ഫ്രണ്ട്സ്, ബാങ്ക്, ഇത് ഓരോന്നുമാണ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഈ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ എല്ലാത്തിൻ്റെയും കൂട്ടത്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സോഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് സോഷ്യൽ സിസ്റ്റം? ഇറ്റ് ഈസ് ദ വൺ ദാറ്റ് ഇന്റർകണക്ട് വേരിയസ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഓൾസോ റെഗുലേറ്റ് ദ റിലേഷൻഷിപ്പ്, ഇന്ററാക്ഷൻസ് ആൻഡ് സോഷ്യൽ ഓർഡർ. ഇതിനെയാണ് അപ്പോൾ നമ്മൾ സോഷ്യൽ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. അപ്പോൾ രണ്ട് കാര്യങ്ങളുള്ളൂ, കൺഫ്യൂഷൻ ഒന്നും വേണ്ട. നമ്മൾ ആദ്യം പഠിച്ചത് എന്താണ് ഹെർബർട്ട് സ്പെൻസറിൻ്റെ സോഷ്യൽ ഓർഗാനിസം കോൺസെപ്റ്റ്. മനുഷ്യൻ്റെ ശരീരം പോലെ തന്നെ സൊസൈറ്റിയിലെയും പല പല ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഒരുമിച്ച് ചേർന്ന് പ്രവർത്തിക്കുമ്പോഴാണ് നമുക്ക് ഗ്രോത്തും സ്റ്റെബിലിറ്റിയും ഉണ്ടാകുന്നത്. ഈ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെയാണ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് വിളിക്കുന്നത്. അവർ ചേർന്നുള്ള ആ ഇൻ്റർ കണക്ഷനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? സോഷ്യൽ സിസ്റ്റം എന്ന് വിളിക്കുന്നത്. സോ സോഷ്യൽ സിസ്റ്റം ഈസ് ദ വൺ ദാറ്റ് ഇവരെല്ലാവരും ഇൻ്റർ കണക്ട് ചെയ്ത് ഇങ്ങനെ ഒരുമിച്ച് കൊണ്ടുപോകുന്നത് ഈ പറയുന്ന സോഷ്യൽ സിസ്റ്റം ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. അങ്ങനെയുള്ള നമ്മുടെ ഇന്ത്യയുടെ സോഷ്യൽ സിസ്റ്റത്തെ പറ്റിയാണ് നമ്മൾ ഇന്നിനി പഠിക്കാനായിട്ട് പോകുന്നത്. കൺഫ്യൂഷൻ ഒന്നും വേണ്ട. 3 പോയിന്റേ നമ്മൾ പഠിച്ചിട്ടുള്ളൂ. കുറേ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഒരു കൺഫ്യൂഷനും വേണ്ട. ഒന്ന് ഹെർബർട്ട് സ്പെൻസറിൻ്റെ സോഷ്യൽ ഓർഗാനിസം കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലായി. അടുത്ത സോഷ്യൽ സിസ്റ്റം എന്ന് വെച്ചാൽ ഈ ഓരോ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് മാറി സിസ്റ്റം എന്ന് പറഞ്ഞാൽ അല്ലേ. സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞാൽ ഈ ഓരോ സാധനങ്ങളും, കുടുംബം, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, അതുപോലെയുള്ള ഓരോന്ന്, ഇത് പരസ്പരം ചേരുമ്പോൾ സോഷ്യൽ സിസ്റ്റം. അങ്ങനെ നമ്മുടെ ഇന്ത്യയുടെ സോഷ്യൽ സിസ്റ്റം നമുക്ക് നോക്കാം. ഇന്ത്യയുടെ സോഷ്യൽ സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈവിധ്യതയാണ്, ഡൈവേഴ്സിറ്റിയാണ്. GS ഗുരെ എന്ന് പറയുന്ന സോഷ്യലിസ്റ്റ് പറയുന്നതെന്ന് ശ്രദ്ധിച്ചേ. ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റം ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ദ distinctive blend of diversity and continuity. Its main feature is the caste system. The Indian social system is rich in regional, linguistic and religious plurality. It is a cultural characteristic that defines Indian society. നമ്മുടെ ഇന്ത്യൻ സമൂഹം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഭയങ്കര സ്പെഷ്യലാണ് അല്ലേ. മറ്റേത് രാജ്യത്തുള്ള ഒരു സൊസൈറ്റിയെ പോലെ അല്ല ഇന്ത്യ. ഇന്ത്യയിൽ ഭയങ്കര വ്യത്യസ്തമായിട്ടുള്ള കാര്യങ്ങളുണ്ട് അല്ലേ. ഇപ്പോൾ USA എന്ന് പറയുമ്പോഴത്തേക്കും അവിടെ പ്രധാനമായിട്ട് കറുത്ത വർഗ്ഗക്കാർ, വെളുത്ത വർഗ്ഗക്കാർ, അത്രയേ ഉള്ളൂ. യൂറോപ്പ് എന്നൊക്കെ പറയുമ്പോഴത്തേക്കും വലിയ മാറ്റങ്ങളൊന്നുമില്ല. എന്താണ്, അതൊക്കെ ഏതാണ്ട് സെയിം തന്നെയാണ്. പക്ഷേ നമ്മുടെ ഈ പറയുന്ന ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റത്തിലോട്ട് വരുമ്പോഴത്തേക്കും ഇവിടെ കാശ്മീർ മുതൽ കന്യാകുമാരി വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഭയങ്കര ഡിഫറൻസ് ആണ് അല്ലേ. ആൾക്കാർ ഓരോ സംസ്ഥാനത്ത് ഓരോ ടൈപ്പാണ്. അപ്പോൾ ഈ പറഞ്ഞ വൈവിധ്യത, എന്നാൽ ഇവർക്ക് എല്ലാവർക്കും കൂടി ചേർന്നുള്ള നമ്മൾ ഒരുമിച്ച് ചേർന്നിരിക്കുന്ന ഒരു രീതി, ഇതാണ് നമ്മുടെ ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്താണ്? GS ഗുരെ ഡിസ്ക്രൈബ്ഡ് ദ ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റം ആസ് എ blend of diversity and continuity, primarily defined by the caste system, amid having the regional, linguistic and religious plurality. അപ്പോൾ റീജിയണലും ലിംഗ്വിസ്റ്റിക്കും റിലീജിയസുമായിട്ടുള്ള വൈവിധ്യതകൾ ഉണ്ടെങ്കിലും നമ്മൾ എന്താണ്, വൈവിധ്യതകളോടൊപ്പം തന്നെ കണ്ടിന്യൂറ്റിയും കൂടി ചേർന്ന് വരുന്ന ഒരു ഗ്രൂപ്പാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ പ്രധാനപ്പെട്ട നമ്മുടെ ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റത്തിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ഒക്കെ എന്തായിരിക്കും? സെഗ്മെന്റൽ ഡിവിഷൻ ഓഫ് സൊസൈറ്റി ഇൻറ്റു ഫിക്സഡ് ബർത്ത് ബേസ്ഡ് ഗ്രൂപ്പ്സ് എന്ന് വെച്ചാൽ ജാതി, കാസ്റ്റ് സിസ്റ്റം. ഇതിനകത്തുണ്ടാകുന്ന ഹയറാർക്കി ബേസ്ഡ് ഓൺ ദ പ്യൂരിറ്റി ആൻഡ് പൊല്യൂഷൻ കോൺസെപ്റ്റ്. ഇത് നമ്മൾ സത്യം ഇത് എക്സ്പ്ലെയിൻ ചെയ്തില്ല, നമ്മൾ ഇന്നിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്ത് തുടങ്ങും. അതിൻ്റെ ഒരു ഐഡിയ ആദ്യമേ തരുന്നതാണ്. ലാക്ക് ഓഫ് ഒക്കുപേഷണൽ ചോയ്സസ്, അതായത്
ഇന്ന ജാതിയിലുള്ളവർ ഇന്നത് ചെയ്യണം എങ്കിൽ എനിക്കൊരു കാര്യം ചേർത്ത് ഇത് പറയുന്നതിന് മുമ്പ് ഇത് ഡിഫൈൻ ചെയ്തിട്ട് നമുക്ക് അതിലോട്ട് പോകാം. അപ്പോൾ ഒന്നുകൂടെ ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റം എന്ന് വെച്ചാൽ എന്താണ്? ഇന്ത്യയുടെ സോഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത്, ഇന്ത്യ എന്ന് പറയുന്നത് വൈവിധ്യത നിറഞ്ഞ ഒരു നാടാണ്. അപ്പോൾ നമ്മുടെ സൊസൈറ്റിക്കും ഈ പറഞ്ഞിട്ടുള്ള വ്യത്യസ്തതകൾ ഉണ്ട്. GS കുരൈ എന്ന് പറയുന്ന വ്യക്തി പറയുന്നത് എന്താണ്? നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റി എന്ന് പറയുന്നത് വൈവിധ്യമായിട്ടുള്ള ആൾക്കാരുടെ ഒരു ബ്ലെൻഡാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ജാതി വ്യവസ്ഥയാണ്. റീജിയണലും ലിംഗ്വിസ്റ്റിക്കും റിലീജിയസുമായിട്ടുള്ള വൈവിധ്യതകൾ നമുക്ക് ഉണ്ട്, എങ്കിലും നമ്മളെല്ലാം കൂടെ ഒരുമിച്ച് ഇങ്ങനെ പോകുന്നു എന്നാണ് എൻ്റെ അർത്ഥം. സോ ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു കോംപ്ലക്സ് ആയിട്ടുള്ള സ്ട്രക്ചർ ഉള്ളതാണ്. അതിന് ഹിസ്റ്ററിയും കൾച്ചറും റിലീജിയസുമായിട്ടുള്ള സ്വാധീനങ്ങൾ അതത് സമയങ്ങളിൽ വന്നിട്ടുണ്ട്. വ്യത്യസ്തമായിട്ടുള്ള പോപ്പുലേഷനാണ്, അതായത് പല ജാതികൾ, മതങ്ങൾ, ഭാഷകൾ, ട്രൈബുകൾ, കൾച്ചറുകളൊക്കെ നമ്മളിവിടെ തന്നെ വരുന്നുണ്ട്. ഈ പറയുന്ന വൈവിധ്യത തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ ബാക്ക് ബോൺ അല്ലെങ്കിൽ ഏറ്റവും വലിയ അടിസ്ഥാനമെന്ന് പറയുന്നത്. ആയിരക്കണക്കിന് വർഷങ്ങളുടെ ചരിത്രമുണ്ട്. ഈ ഓരോ ചരിത്രത്തിനനുസരിച്ച് നമ്മുടെ സമൂഹത്തിനും മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അങ്ങനെയുള്ള നമ്മുടെ ഇന്ത്യയുടെ സോഷ്യൽ സിസ്റ്റത്തിൻ്റെ പ്രധാനപ്പെട്ട പാർട്സുകൾ ഏതൊക്കെയെന്ന് ചോദിച്ചാൽ, ഒന്ന് ജാതി വ്യവസ്ഥ, അതായത് കാസ്റ്റ്, മറ്റൊന്ന് റിലീജിയൻ, മറ്റൊന്ന് ഭാഷ, പിന്നെ വരുന്നത് ട്രൈബൽ, റൂറൽ ആൻഡ് അർബൻ സൊസൈറ്റീസ്. ഇതെല്ലാം കൂടിയാണ് നമ്മുടെ ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റത്തിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഈ ഭാഗങ്ങൾ എങ്ങനെയാണ് ഇതിനെ സ്വാധീനിക്കുന്നതെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അത് നമ്മൾ ഇന്ന് ആദ്യം പഠിക്കാൻ പോകുന്നത് കാസ്റ്റ് സിസ്റ്റത്തെ പറ്റിയാണ്. അപ്പോൾ ഒന്നും കൂടെ, അപ്പോൾ നമ്മൾ എന്താ ഇതുവരെ പഠിച്ചത്? ഇത്രയേ ഉള്ളൂ. ആദ്യം നമ്മുടെ ഇന്ത്യ അല്ലെങ്കിൽ ആദ്യം മനുഷ്യനെ ഒരു സോഷ്യൽ ഓർഗാനിസമായിട്ട് കണ്ടത് ആരാണ്? ഹെർബർട്ട് സ്പെൻസർ ആണ്. ഹെർബർട്ട് സ്പെൻസർ എന്ന് പറഞ്ഞു, നമ്മുടെ ഒരു ജീവജാലത്തെ പോലെ സൊസൈറ്റിക്കും പല പല കമ്പോണൻറ്റുകളുണ്ട്. ആ കമ്പോണൻറ്റുകളെയാണ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് വിളിക്കുന്നത്. നമ്മുടെ പല ഓർഗൻസ് ഉള്ളതുപോലെ ഈ ഓർഗൻസ് ചേർന്ന് ഓർഗൻ സിസ്റ്റം ആകുന്നത് പോലെ ഈ പറഞ്ഞ സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ചേർന്നിട്ടാണ് സോഷ്യൽ സിസ്റ്റം ഉണ്ടാകുന്നത്. ഇത് ബാലൻസ് ചെയ്ത് പോകുമ്പോൾ ശരീരം ബാലൻസ് ആവുന്ന പോലെ ഈ പറഞ്ഞ സോഷ്യൽ സിസ്റ്റം ബാലൻസ് ചെയ്ത് പോകുമ്പോൾ സൊസൈറ്റിക്കും ബാലൻസ് ഉണ്ടാകും. അങ്ങനെ നമ്മുടെ ഇന്ത്യൻ സൊസൈറ്റിയുടെ കാര്യം നോക്കുമ്പോൾ അതിൻ്റെ പ്രധാനപ്പെട്ട കമ്പോണൻ്റ് എന്ന് വെച്ചാൽ എന്താണ്? വൈവിധ്യതയാണ്. വ്യത്യസ്തമായിട്ടുള്ള ആൾക്കാരാണ് നമ്മളിവിടെ ഉള്ളത്. ഈ പറയുന്ന ആൾക്കാർ എന്ത് ചെയ്യുന്നു? അങ്ങോട്ടും ഇങ്ങോട്ടും വൈവിധ്യതകളൊക്കെ ഉണ്ടെങ്കിലും അവർ പരസ്പരം ഒരുമിച്ച് ചേർത്ത് പോകുന്നു. ഇനി നമ്മുടെ ഇന്ത്യയുടെ സോഷ്യൽ സിസ്റ്റം നമ്മൾ നോക്കിയാൽ അതിലെടുത്ത് പറയേണ്ട ഒന്നാണ് ജാതി വ്യവസ്ഥ. പണ്ട് മുതൽ തന്നെ നമ്മുടെ ഇന്ത്യയിൽ കാസ്റ്റ് സിസ്റ്റം അല്ലെങ്കിൽ ജാതി വ്യവസ്ഥ ഉണ്ട്. ഈ ജാതി വ്യവസ്ഥ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമ്മൾ ഇനി പറയാനായിട്ട് പോവുകയാണ്. അപ്പോൾ നോക്കിക്കോ, പ്രധാനപ്പെട്ട ഫസ്റ്റ് വൺ കാസ്റ്റ് സിസ്റ്റം. ഇന്ത്യ എന്ന് പറയുന്നതും അല്ലെങ്കിൽ ഇന്ത്യയുടെ സോഷ്യൽ ലൈഫിലും കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത് വളരെ വലിയ ഒന്ന് തന്നെയാണ്. കാസ്റ്റ് സിസ്റ്റം ഈസ് എ വൈറ്റൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻ ദ ഇന്ത്യൻ സോഷ്യൽ ലൈഫ്. ഇത് വെറുതെ എന്താണ്, ഒരു സോഷ്യൽ ഹൈറാർക്കി മാത്രമല്ല ഉണ്ടാകുന്നത്, നമ്മുടെ റിലീജിയസും കൾച്ചറൽ ട്രഡീഷൻസിനെയും ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? ഇത് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. പറഞ്ഞത് ആരാണ്? MN ശ്രീനിവാസ് ആണ്. അപ്പോൾ ഇത്രയുള്ള സംഭവം. നമ്മുടെ ഇന്ത്യയിൽ പണ്ട് മുതൽ ഉണ്ടായിരുന്ന മതത്തിലൊന്ന് ഹിന്ദു മതമാണ്. അപ്പോൾ ഹിന്ദു മതവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ മനുഷ്യരെ പ്രധാനമായിട്ടും എന്ത് ചെയ്തിട്ടുണ്ട്? പല പല ജാതികളിലായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, ആദ്യകാലങ്ങളിൽ ഈ ജാതി വ്യവസ്ഥ ഉണ്ടായിരുന്നത് തൊഴിലടിസ്ഥിതമായിട്ട് ആയിരുന്നു. അതായത് ദ ഇന്ത്യൻ സൊസൈറ്റി, ദ പീപ്പിൾ ആർ ഡിവൈഡഡ് ഇൻ ടു ഡിഫറൻറ്റ് സ്ട്രാറ്റ ബേസ്ഡ് ഓൺ ദിയർ കാസ്റ്റ്. ദ കാസ്റ്റ് സിസ്റ്റം ഈസ് ഡീപ്ലി ഇന്റർവോവൺ ഇൻ ദ ഹിന്ദു റിലീജിയൻ. കാസ്റ്റ് സിസ്റ്റം ഈസ് ഡിറ്റർമൈൻഡ് അറ്റ് വൺസ് ബർത്ത്. ജനിക്കുമ്പോൾ തന്നെ നമുക്ക് ജാതിയും കിട്ടുന്നു. ഓക്കെ, അതായത് പേഴ്സൺ ഹൂ ഈസ് ബോൺ ഇൻ വൺ കാസ്റ്റ് കനോട്ട് മൂവ് ടു അനദർ കാസ്റ്റ്. അതെ, ജാതി നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റത്തില്ല. മതം മാറാം, പക്ഷേ ഒരു മതത്തിനകത്ത്, ഇപ്പോൾ ഹിന്ദു മതത്തിനകത്ത് ജാതി മാറാൻ നമുക്കൊരു വ്യവസ്ഥയും ഇന്ന് ഇല്ല. ജാതിക്കകത്ത് പല സബ് കാസ്റ്റുകളും എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് നോക്കാം ഇതിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഞാൻ പറഞ്ഞ ജോലിയുമായി സംബന്ധിച്ച് ഞാൻ ചുമ്മാ പറഞ്ഞല്ല, അങ്ങനെയാണ് ഇവിടെ പറയുന്നത്. കണ്ടോ, ദ സ്റ്റോറി ഓഫ് എ വില്ലേജിനകത്ത് പറയുകയാണ്. ബാലു എന്ന് പറയുന്ന ഒരാൾ ഒരു കാസ്റ്റ് ബേസ്ഡ് സൊസൈറ്റിയിലാണ് ജീവിക്കുന്നത്. ഇവിടെ എന്ത് ചെയ്തിട്ടുണ്ട്? വർണ്ണ സിസ്റ്റം അനുസരിച്ച് ആൾക്കാർ പല പല ജാതികളിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ഏതൊക്കെ ജാതി? ബ്രാഹ്മണര്, ക്ഷത്രിയര്, വൈശ്യര്, ശൂദ്രര്. ഇത് നാലിലും പെടാത്ത പഞ്ചമാസ് അല്ലെങ്കിൽ ഔട്ട് കാസ്റ്റ്. നോക്കിയേ, ബ്രാഹ്മിൺസ് എന്ന് പറയുന്നത് പ്രീസ്റ്റുമാരാണ്, പൂജ ചെയ്യുന്നവരാണ്. ക്ഷത്രിയേഴ്സ് എന്ന് പറയുന്നത് വാറിയേഴ്സ് അഥവാ യുദ്ധത്തിന് പോകുന്നവരാണ്. വൈശ്യർ എന്ന് പറയുന്നത് ട്രേഡേഴ്സ് ആണ്. അതുപോലെ ശൂദ്രാസ് എന്ന് പറയുന്നത് സർവീസ് കൊടുക്കുന്ന ആൾക്കാരുടെ ജാതി എന്നാണ് കരുതുന്നത്. ഇതിനല്ലാതെ, അതായത് ഈ പറഞ്ഞ അപ്പർ കാസ്റ്റ് ആയിട്ടുള്ള മൂന്നെണ്ണത്തിൻ്റെയും സബോർഡിനേറ്റ് കാസ്റ്റാണ് ശൂദ്രർ എന്ന് പറയുന്നത്. ഇനി ഇതിലൊന്നിനും വരാത്തവരാണ് പഞ്ചമാസ് അല്ലെങ്കിൽ ഔട്ട് കാസ്റ്റ് എന്ന് പറയുന്ന അവർ ഗ്രാമത്തിൻ്റെ ദൂര സ്ഥലങ്ങളിൽ ജീവിക്കുന്നു. ഓക്കെ, ഇനി എല്ലാവർക്കും ഒരു ഹെറിഡിറ്ററി ഒക്കുപ്പേഷൻ ഉണ്ട്.
അതായത് ഇന്ന ജാതിയിൽപ്പെട്ട ആൾ ഇന്ന തൊഴിൽ ചെയ്യണം, ഈ തൊഴിൽ മാറാൻ അവർക്ക് അവകാശമൊന്നും ഉണ്ടായിരുന്നില്ല. വേർ ദ കാസ്റ്റ് സിസ്റ്റം വാസ് സ്ട്രിക്ട്ലി പ്രാക്ടീസ്ഡ്. ദേ ഡിഡ് നോട്ട് ഹാവ് ദ ഫ്രീഡം ടു ചൂസ് അതർ ഓക്കുപ്പേഷൻ. അതുകൊണ്ട് ബാലു ഒരു ശൂദ്രനായതുകൊണ്ട് തന്നെ ആ ജോലി അയാൾ ചെയ്തു. അയാൾക്ക് ട്രേഡ്മാൻ ആകാൻ ഇഷ്ടമുണ്ടെങ്കിലും നടന്നില്ല. സ്ട്രിക്റ്റ് കാസ്റ്റ് റൂളുകളുണ്ട്, അതവർക്ക് ഓരോ കസ്റ്റമറി പ്രാക്ടീസസ് ഉണ്ട്, അത് ജനറേഷൻ അനുസരിച്ച് മാറി മാറി പോകും. അതായത് ഓരോ മതത്തിൽപ്പെട്ടവർ ഓരോ പൂജ കാര്യം കർമ്മമൊക്കെ ചെയ്യും, അത് അവർ എന്ത് ചെയ്യണം, ജനറേഷൻസ് അനുസരിച്ച് പോകണം. മറ്റ് ജാതിയിൽ നിന്ന് കല്യാണം കഴിക്കാൻ പാടില്ല, കല്യാണം കഴിച്ചാൽ അവർ ജാതിയിൽ നിന്ന് പുറത്താക്കുകയാണ് ചെയ്യുന്നത്. ഒരുപാട് ഇൻഈക്വാലിറ്റീസ് എക്സിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ലോവർ കാസ്റ്റുകാർക്ക് പബ്ലിക് റോഡ് ഉപയോഗിക്കുക, അതുപോലെ തന്നെ അവർക്ക് ഈ പറയുന്ന അമ്പലത്തിലേക്ക് എൻട്രി നിഷേധിക്കുക, അങ്ങനത്തെ ഒരുപാട് മലയാള ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ തോന്നിവാസങ്ങൾ നടത്തിയിരുന്ന ഒരു കാലമായിരുന്നു ഇന്ത്യയിൽ. എന്നാൽ ഗ്രാജുവലി സമരങ്ങളിലൂടെ നമ്മൾ അതൊക്കെ എന്ത് ചെയ്തു, ഇന്ന് മാറ്റി എടുത്തു. അങ്ങനെയുള്ള ഒരു കാസ്റ്റ് സിസ്റ്റത്തിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് നോക്കിയാൽ ഒന്ന് സോഷ്യൽ ഹയറാർക്കിയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഒരു സമൂഹത്തെ പല 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 ലെയറുകളാക്കി എന്ത് ചെയ്തിട്ടുണ്ട്, ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ബേസ്ഡ് ഓൺ എന്താണ്, കാസ്റ്റ്. അതിലാണ് വരുന്നത് ഏതൊക്കെയാണ്, ബ്രാഹ്മണർ, ക്ഷത്രിയർ, വൈശ്യർ, ശൂദ്രർ. ഓരോരുത്തർക്കും അവരുടേതായ റോളും സ്റ്റാറ്റസും റെസ്പോൺസിബിലിറ്റിയും ഉണ്ട്. ഓക്കെ. ഹയർ കാസ്റ്റുകാർക്ക് ഒരുപാട് സോഷ്യൽ പ്രിവിലേജുകൾ ഉണ്ടായിരുന്നു. ലോവർ കാസ്റ്റുകാർക്ക് പ്രത്യേകിച്ച് പ്രിവിലേജോ അവകാശങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒന്നാമത്തെ ഫീച്ചർ സോഷ്യൽ ഹയറാർക്കി. അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്, കാസ്റ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്, ആൾക്കാരെ ജനിക്കുന്ന സമയത്ത് തന്നെ അവരുടെ പൂർവികർ അല്ലെങ്കിൽ അവരുടെ അച്ഛനും അമ്മയുടെ ജാതി അനുസരിച്ച് പല പല ഭാഗങ്ങളാക്കി മാറ്റുന്നതിനാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, കാസ്റ്റ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. കാസ്റ്റ് സിസ്റ്റം ബർത്ത് സമയത്ത് തന്നെ കിട്ടുന്നു, നമുക്കത് മാറാൻ അവകാശമില്ല. ആ കാസ്റ്റിലുള്ളവർ അത് തന്നെ ചെയ്യണം. ഹയർ കാസ്റ്റുകാർക്ക് ഒരുപാട് അവകാശങ്ങളുണ്ടായിരുന്നു, ലോവർ കാസ്റ്റുകാർക്ക് അത് ഇല്ലായിരുന്നു. അതായത് സൊസൈറ്റിയെ പല പല ഭാഗങ്ങളായി ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതാണ് സോഷ്യൽ ഹയറാർക്കി. 2, ഡിവിഷൻ ഓഫ് ലേബർ. അതായത് ഈ പറഞ്ഞ ഓരോരുത്തർക്കും അവരുടേതായ പാരമ്പര്യമായി കിട്ടുന്ന തൊഴിലുണ്ട്, അത് മാത്രമേ അവർ ചെയ്യാവൂ. ബ്രാഹ്മണരെല്ലാം പ്രീസ്റ്റ് ആവണം, ക്ഷത്രിയരെല്ലാം രാജ്യം പ്രൊട്ടക്ട് ചെയ്യണം, വൈശ്യരെല്ലാം ട്രേഡ് നടത്തണം, ശൂദ്രരെല്ലാം എന്ത് ചെയ്യണം, ഈ പറഞ്ഞ ഹയർ കാസ്റ്റുകാർക്കുള്ള സർവീസുകൾ ചെയ്ത് കൊടുക്കണം. ദേ ആർ നോട്ട് അലൗഡ് ടു ചൂസ് ദ ഒക്കുപ്പേഷൻ അതർ ദാൻ ദെയർ ഹെറിഡിറ്ററി വൺസ്. അവർക്ക് അത് മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ മനസ്സിലായല്ലേ നിങ്ങൾക്ക്? ഇങ്ങനത്തെ ഒരു ചോദ്യമൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കുറേയൊക്കെ നമുക്ക് സ്വന്തമായിട്ടൊക്കെ എഴുതാൻ പറ്റുന്നതല്ലേ. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ സോഷ്യൽ മൊബിലിറ്റി ഇല്ലായിരുന്നു. എന്താ സോഷ്യൽ മൊബിലിറ്റി? നമുക്ക് ഇഷ്ടമുള്ള തൊഴിലിൽ നിന്ന് മാറ്റം നടത്തി നമ്മുടെ സ്റ്റാറ്റസ് മാറ്റാനുള്ള കഴിവിനെയാണ് നമ്മൾ സോഷ്യൽ മൊബിലിറ്റി എന്ന് പറയുന്നത്. ഇത് പഠിക്കേണ്ട, അറിഞ്ഞിരുന്നാൽ മതി. അന്ന് സോഷ്യൽ മൊബിലിറ്റി ഇല്ല. അതായത് ശൂദ്രൻ്റെ മകൻ ശൂദ്രനായി തന്നെ ഇരിക്കണം. ഇനി സോഷ്യൽ കൺട്രോൾ ആൻഡ് ഓർഡർ. അതായത് ഓരോ ജാതിയിൽ പെടുന്ന ആൾക്കാരും സ്ട്രിക്റ്റ് ആയിട്ട് അവരുടെ ഈ പറയുന്ന ഡ്യൂട്ടീസും കാര്യങ്ങളും ചെയ്തിരുന്നു. അതായത് അവരവരുടെ മതത്തിൽ പറയുന്ന, മതമെന്ന് പറയാൻ പറ്റില്ല, അവരുടെ ജാതിയിൽ പറയുന്ന കാര്യങ്ങൾ ചെയ്താൽ അവർ പ്യൂരിറ്റി, ചെയ്തില്ലെങ്കിൽ അവർ പൊല്യൂഷൻ സംഭവിക്കും. എന്ന് വെച്ചാൽ അവർ എന്തായിരിക്കും, മലിനമാകുമ്പോൾ അവരെ ജാതിയിൽ നിന്ന് പുറത്താക്കും. സോ ദ റിസൾട്ടഡ് ഇൻ ദ സ്ട്രിക്റ്റ് മെയിൻ്റനൻസ് ഓഫ് ദ കാസ്റ്റ് ഡിഫറൻസ്. അതുകൊണ്ട് അവർ ജാതി വ്യവസ്ഥ കട്ടയ്ക്ക് കൂടെ പിടിച്ചു. അല്ലെങ്കിൽ അന്ന് അവരെ എന്നുവെച്ചാൽ അന്നത്തെ മനുഷ്യന്മാരത് നല്ല കാര്യമൊന്നും ചെയ്തുകൊണ്ടിരുന്നതെന്നാണ് എൻ്റെ കോമഡി. കഷ്ടപ്പെടുന്ന പാവങ്ങളാണല്ലോ. സോ ദോസ് കൺസിഡർഡ് ലോവർ കാസ്റ്റ് വെയർ ഓഫൻ റിക്വയർഡ് ടു മെയിൻറ്റെയിൻ എ സോഷ്യൽ ഡിസ്റ്റൻസ് ഫ്രം ദ ഹയർ ക്ലാസ്. അല്ലേ? അതായത് അവരെന്താണ് ഈ പറഞ്ഞ ഉയർന്ന ജാതിക്കാരുടെ അടുത്ത് വരാൻ പാടില്ല. അൺടച്ചബിലിറ്റി എന്ന ഈവിൽ പ്രാക്ടീസ് അന്ന് ഉണ്ടായിരുന്നു. പക്ഷേ കാലം മാറി. എന്ത് പറ്റി? ഈ പറഞ്ഞ രീതികളൊക്കെ മാറി. പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് ഓഫ് 1955 അനുസരിച്ച് ഈ പറയുന്ന അൺടച്ചബിലിറ്റിയൊക്കെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? പ്രൊഹിബിറ്റ് ചെയ്തിട്ട് ഉണ്ട്. അടുത്ത് വരുന്നതാണ് റെസ്ട്രിക്ഷൻ ഇൻ മാരേജ്. അതായത് ജാതിയിൽപ്പെട്ടവർക്ക് അതേ ജാതിയിനെ കെട്ടാവൂ. അതിനെയാണ് എൻഡോഗമി എന്ന് പറയുന്നത്. മറ്റൊരു ജാതിയിൽ നിന്ന് കെട്ടിയാൽ നമ്മൾ എക്സോഗമി എന്ന് പറയും. അന്ന് എക്സോഗമി ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? അവരെ പുറത്താക്കുകയാണ് ചെയ്യുന്നത്. സോ ദ കാസ്റ്റ് സിസ്റ്റം പ്രൊമോട്ടഡ് എൻഡോഗമി മാരേജ് വിത്ത് വൺസ് കാസ്റ്റ്. ഇറ്റ് എക്സ്പെൽഡ് ദോസ് ഹു വെയർ എൻഗേജ്ഡ് ഇൻ എക്സോഗമി. ഓക്കെ. അപ്പോൾ ഇതുകൊണ്ട് എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തർക്കും ഈ ജാതി ബൗണ്ടറി ഉണ്ടായിരിക്കും അല്ലേ? അതിനപ്പുറം ഒരു കാര്യം നടക്കത്തില്ല. പക്ഷേ ഇന്ന് നമുക്കറിയാം ഈ ഇന്റർ കാസ്റ്റ് എന്നൊക്കെ പറയുന്നത് എന്താണ്? ഇതൊരു കോമൺ കാര്യമാണ് അല്ലേ? മനുഷ്യനായിട്ട് നമ്മൾ കാണണം. ഇനി ഇൻഇക്വാലിറ്റി ആൻഡ് മാർജിനലൈസേഷൻ, 5ാമത്തെ ഫീച്ചർ. എന്താണ് ഇൻഇക്വാലിറ്റി എന്ന് വെച്ചാൽ? തുല്യതയില്ല. ഒരു സോഷ്യലി ഇൻഇക്വാലിറ്റി ഉള്ള സൊസൈറ്റി ആയിരുന്നു. അതായത് ലോവർ കാസ്റ്റിലുള്ളവർക്ക് എഡ്യൂക്കേഷൻ ആക്സസ് ഉണ്ടായിരുന്നില്ല, ലാൻഡും റിസോഴ്സും അവർക്ക് സ്വന്തമായിട്ട് കൊണ്ടു നടക്കാനുള്ള അവകാശമില്ലായിരുന്നില്ല. അവരെന്നും ദരിദ്രരായി തന്നെ തുടർന്നിരുന്നു. ഈ ഇൻഇക്വാലിറ്റി എന്ന് പറയുന്നത് എന്തായിരുന്നു? അൺക്വസ്റ്റ്യനബിൾ ആയിട്ടായിരുന്നു അന്നത്തെ കാലത്ത് നടന്നിരുന്നത്. അതായത് അന്ന് ആരും ചോദ്യം ചെയ്തിരുന്നില്ല. ഓക്കെ. ഇറ്റ് ബിക്കം ആൻ ഒബ്സ്റ്റക്കിൾ ഫോർ ദ ഡിസേർവിംഗ് ഇൻഡിവിജ്വൽസ്. അല്ലെ? കഴിവുള്ളവന് അവൻ്റെ കഴിവ് ഉപയോഗിച്ച് മുകളിലോട്ടെത്താൻ പറ്റാത്ത ഒരു സാഹചര്യം ആയിരുന്നു. സോ certain sections received more consideration while the others were marginalized.
വർഷങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്കും പല സമരങ്ങൾ, ഉദാഹരണത്തിന് കല്ലുമാല സമരം, മൂക്കുത്തി സമരം, പന്തി ഭോജനം, ചാന്നാർ ലഹള പോലെയുള്ളവർ നടത്തിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, നമുക്കിതിൽ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. സോ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ന് ഇത് ഈ പറഞ്ഞ എല്ലാ തരത്തിലുള്ള ജാതിപരമായിട്ടുള്ള ഡിസ്ക്രിമിനേഷനും പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ചെയ്താൽ നേരെ പിടിച്ച് അകത്തിടും. ഓക്കെ, അപ്പോൾ ഇനി ഈ പോയിന്റുകളൊന്ന് ശ്രദ്ധിച്ചേ. അപ്പോൾ നമ്മുടെ ഗുരയെ പറഞ്ഞതനുസരിച്ചുള്ള ഇന്ത്യൻ സോഷ്യൽ സിസ്റ്റം കാസ്റ്റ് ബേസ്ഡ് ആണെന്ന് പറയുന്നത് ഇപ്പോൾ മനസ്സിലായല്ലോ. അതായത് സെഗ്മെന്റൽ ഡിവിഷൻ ഓഫ് ദ സൊസൈറ്റിയെ ബർത്ത് അനുസരിച്ച് പല സെഗ്മെന്റുകളായി ഡിവൈഡ് ചെയ്തു. അതാണ് ഹയറാർക്കി അല്ലെ. പ്യൂരിറ്റി, പൊല്യൂഷൻ എന്ന് പറഞ്ഞിട്ട് ആൾക്കാരെ പല ജാതിയിൽ വച്ചിരുന്നു. ഒക്കുപേഷണൽ ചോയ്സ് ഇല്ലായിരുന്നു, റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു കല്യാണത്തിനും മറ്റു കാര്യങ്ങൾക്കും എല്ലാത്തിനും. അതുപോലെ സിവിൽ റൈറ്റ്സുകളും അവർക്ക് ഡിനൈ ചെയ്തിരുന്നു. ഓക്കെ, ഡൈവേഴ്സിറ്റി ആൻഡ് എവല്യൂഷൻ. ഇന്ത്യയിൽ ഈ പറഞ്ഞ ഡൈവേഴ്സിറ്റി ഇന്ന് മാറി എവല്യൂഷൻസ് സംഭവിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് ദ സിസ്റ്റം ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് കാസ്റ്റ്, റിലീജിയൻ, ലാംഗ്വേജ്, ട്രൈബൽ, റൂറൽ ആൻഡ് അർബൻ സൊസൈറ്റി. നമ്മളതിൽ ഇന്ന് പഠിച്ചത് ഏതാണ്? കാസ്റ്റ് സിസ്റ്റമാണ്. അപ്പോൾ കാസ്റ്റ് സിസ്റ്റം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു? ഇന്ത്യൻ സൊസൈറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട ഫീച്ചർ ആയിരുന്നു കാസ്റ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അവിടെ ആൾക്കാരെ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു? പല സ്ട്രാറ്റയിലേക്ക് ഡിവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ ഹിന്ദു റിലീജിയനിലാണ് കൂടുതലായിട്ട് കണ്ടിരുന്നത്. കാരണം അന്ന് ഇവിടെ ഉണ്ടായിരുന്നത് ഹിന്ദു റിലീജിയൻ ആയതുകൊണ്ട്. ഒരു കാലഘട്ടത്തിന് ശേഷമുള്ള കാര്യമാണ് പറയുന്നത്. ഓക്കെ, കാസ്റ്റ് എന്ന് പറഞ്ഞാൽ ജന്മന സമയത്ത് തന്നെ അടിച്ചേൽപ്പിക്കുന്നതാണ്. ഒരാൾ ഒരു ജാതിയിലായാൽ മറ്റൊരു ജാതിയിലേക്ക് മൂവ് ചെയ്യാനുള്ള അവസരം അന്നും ഇന്നും ഇല്ലെന്നാണ് എൻ്റെ വിശ്വാസം. മതം മാറാൻ, ജാതി മാറാനൊരു ഓപ്ഷൻ ഉള്ളതായിട്ട് എനിക്കറിയില്ല. ഓക്കെ, ഓരോ ജാതിക്കുള്ളിലും സബ് കാസ്റ്റുകളും ഉണ്ടായിരുന്നു. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ എന്തൊക്കെയായിരുന്നു? സോഷ്യൽ ഹയറാർക്കി, ഡിവിഷൻ ഓഫ് ലേബർ, സോഷ്യൽ കൺട്രോൾ ആൻഡ് ഓർഡർ, റെസ്ട്രിക്ഷൻ ഓൺ മാരേജ്, ഇൻഇക്വാലിറ്റി ആൻഡ് മാർജിനലൈസേഷൻ. സോഷ്യൽ ഹയറാർക്കിൽ എന്താ പറയുന്നത്? സൊസൈറ്റി, ഞാൻ ചുരുക്കി തന്നിട്ടെ, സൊസൈറ്റി വാസ് ഡിവൈഡഡ് ഇൻ ടു റാങ്ക് ഓർ ലെയേഴ്സ്. ബ്രാഹ്മിൻസ് ഹയസ്റ്റ്, ശൂദ്രാസ് ലോവസ്റ്റ്. പിന്നെ ഔട്ട് കാസ്റ്റുകളും ഉണ്ട്. ഹയർ കാസ്റ്റുകാർക്ക് പ്രിവിലേജ് ഉണ്ടായിരുന്നു, ലോവർ കാസ്റ്റുകാർക്ക് സ്റ്റാറ്റസും റൈറ്റ്സും ഇല്ലായിരുന്നു. 2, ഡിവിഷൻ ഓഫ് ലേബേഴ്സ്. അതായത് ഹെറിഡിറ്ററി ഓക്കുപ്പേഷൻസ് ഓരോ ജാതികളിലും ഫിക്സഡ് ആയിരുന്നു. ബ്രാഹ്മണർ ഇന്ന ജോലി ചെയ്യണം, ക്ഷത്രിയർ ഇന്ന ജോലി ചെയ്യണം, വൈശ്യർ ഇന്നത് ചെയ്യണം, ശൂദ്രർ ഇന്ന ചെയ്യണം എന്ന് അടിച്ചേൽപ്പിച്ചിട്ടുണ്ട്. നോ ചോയ്സ് ഇൻ ജോബ്സ്, പ്രിവെന്റിങ് സോഷ്യൽ മൊബിലിറ്റി. സോഷ്യൽ മൊബിലിറ്റി ഇല്ലാതാക്കുന്ന രീതിയിൽ തൊഴിൽ മാറാൻ അവസരം ഉണ്ടായിരുന്നില്ല. സോഷ്യൽ കൺട്രോൾ ഉണ്ടായിരുന്നു. അതായത് ദ നോംസ് എൻഫോഴ്സ്ഡ് പ്യൂരിറ്റി, പൊല്യൂഷൻ ഐഡിയാസ് ആൻഡ് സോഷ്യൽ ഡിസ്റ്റൻസ്. അതായത് മറ്റുള്ളവരായിട്ട് ഇപ്പോൾ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ പൊല്യൂഷൻ ആയി എന്ന് പറഞ്ഞ് മാറ്റുമ്പോൾ നമ്മൾ നോർമലി അത് ചെയ്യാതിരിക്കാൻ ശ്രമിക്കത്തില്ലേ? അങ്ങനെ ഈ പറഞ്ഞ പ്യൂരിറ്റി എന്നൊക്കെ പറഞ്ഞ ആൾക്കാരെ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് ആൾക്കാർക്കിടയിൽ സോഷ്യൽ ഡിസ്റ്റൻസ് മെയിൻറ്റെയിൻ ചെയ്യിപ്പിച്ചിരുന്നു. അൺടച്ചബിലിറ്റി എന്ന് പറയുന്ന ഒരു കേസ് ഉണ്ടായിരുന്നു. അതായത് ലോവർ കാസ്റ്റുകാരെ ടച്ച് ചെയ്യാൻ പാടില്ല, മീൽസ് ഷെയർ ചെയ്യാൻ പാടില്ല. അവർ തൊട്ട് കഴിഞ്ഞാൽ, പണ്ട് ഞാൻ ഇവിടെ കേട്ടിട്ടുള്ളതാണ്, എങ്ങനെ ഈ പറഞ്ഞ ലോവർ കാസ്റ്റ് എന്ന് പറയുന്ന ആൾക്കാർ ഉന്നത ജാതിപ്പെട്ടു എന്ന് പറയപ്പെടുന്ന ഈ ആൾക്കാരുടെ സ്ത്രീകളെ ആയിട്ട് കാണുകയോ തൊടുകയോ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവരെ വീട്ടിൽ കയറ്റത്തില്ല. ഇവർ കൂടെ പറഞ്ഞു വിടുന്നൊരു പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ എവിടെയോ കേട്ടതായിട്ട് ഓർക്കുന്നു. ഓക്കെ, ഇനി അടുത്ത് വരുന്നതാണ് എന്താ? ഇത് നമ്മൾ എന്ത് ചെയ്തു? 1955 ലോ അനുസരിച്ച് മാറ്റിയിട്ട് ഉണ്ട്. മാരേജ് റൂൾസ് അല്ലേ, എൻഡോഗമി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അതായത് സെയിം കാസ്റ്റിലുള്ള മാരേജ്. എക്സോഗമി എന്ന് പറയുന്നത് പണിഷബിൾ ആയിരുന്നു. ഇൻഇക്വാലിറ്റി, ലോവർ കാസ്റ്റുകാർക്ക് വിദ്യാഭ്യാസത്തിനോ ലാൻഡിനോ റിസോഴ്സിനോ ഉള്ള അവകാശമില്ലായിരുന്നു. അത് കാരണം അവരെന്ത് ചെയ്തു? മാർജിനലൈസ് ചെയ്യപ്പെട്ടു. ഓക്കെ, ഇത് കാരണം പല പ്രൊട്ടസ്റ്റുകൾ നടന്നിട്ടുണ്ട്. അത് കാരണം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഇത്തരത്തിലുള്ള എല്ലാ ഡിസ്ക്രിമിനേഷനുകളെയും എന്ത് ചെയ്തിട്ടുണ്ട്? മാറ്റിയിട്ട് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ അടുത്ത കാസ്റ്റ് സിസ്റ്റത്തിൽ വന്നത്. ഇനി വരുന്നത് റിലീജിയൻ ആണ്. അപ്പോൾ റിലീജിയൻ എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സിൽ എടുക്കാം അല്ലേ? ഏതാണ്ട് 10-20 മിനിറ്റായി. നമുക്ക് റിലീജിയൻ എന്ത് ചെയ്യാം? നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. സോ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത ക്ലാസ്സിൽ അടുത്ത ടോപ്പിക്കുമായിട്ട് കാണാം.